നിങ്ങൾ റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇനി പാരഗണിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇത് രണ്ടും കഴിച്ചവരുടെ മനസ്സിലേക്ക് ഈ രണ്ട് എക്സ്പീരിയൻസ് വരുന്നുണ്ടാവും അല്ലേ? രണ്ട് ഫ്ലേവർ, രണ്ട് ആംബിയൻസ്, അത് രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇനി കോച്ചിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് ഒരേ കണ്ടൻറ്റ് തന്നെയാണ്, ഒരേപോലെയുള്ള കണ്ടൻറ്റ് നിങ്ങൾ പഠിച്ചതാണ് നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ വരുത്തേണ്ടതെന്ന് നോക്കിയാൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ്, പഠിച്ച കാര്യങ്ങൾ അതേപോലെ കൊടുക്കാതെ പ്രാക്ടിക്കൽ നോളജ്, വിസ്ഡം കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ലേണിംഗ് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാക്കി മാറ്റുക. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് കിട്ടുന്നവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ഡെപ്തിൽ കിട്ടുക. ഒരു യുണീക്ക് കണ്ടൻ്റായിട്ട് നിങ്ങളുടേത് മാറണമെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിരിയാണിയുടെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്നത് സെയിം സാധനമാണ്, പക്ഷേ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ ഒരു യുണീക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ, യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, വളർന്നുകൊണ്ടേയിരിക്കുക, ഡെയിലി ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡെഡിക്കേറ്റ് ആയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളവർ ഇഷ്ടപ്പെടും, അത് എക്സ്പീരിയൻസ് ചെയ്യും, നമ്മൾ യുണീക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്ന ആളായി മാറുകയും ചെയ്യും.